100-ലേറെ വിദ്യാർത്ഥികൾക്ക് മുന്നിൽ വെച്ചാണ് സിദ്ധാർത്ഥനെ ക്രൂരമർദ്ദനത്തിനും റാഗിങ്ങിനും ഇരയാക്കിയത്. തുടർന്ന് മാനസികമായി തളർന്ന സിദ്ധാർത്ഥനെ ഹോസ്റ്റലിലെ ശുചിമുറിയിൽ 2024 ഫെബ്രുവരി 18-ന് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. സംഭവം നടന്ന് 2 വർഷം പിന്നിട്ടിട്ടും മകന് നീതി ലഭിച്ചില്ലെന്ന അമ്മ ഷീബ. ഇപ്പോൾ എന്ത് തീരുമാനം എടുത്തിരുന്നാലും ഞങ്ങൾ അതിനെതിരായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരിപ്പോൾ എക്സാം എഴുതാനൊന്നും ആദ്യം എക്സാം എഴുതാൻ തീരുമാനിച്ചു. അപ്പോൾ അതിന് ഞങ്ങൾ ബഹുമാനപ്പെട്ട ഗവർണർ അദ്ദേഹത്തെ കണ്ട് അത് സ്റ്റേ ചെയ്തു. അവരെ തിരികെ എടുക്കാൻ തീരുമാനിച്ചു. ഇതെല്ലാം യൂണിവേഴ്സിറ്റി തലത്തിൽ നിന്നുള്ള തീരുമാനങ്ങളാണ്. അതിനെല്ലാം ഞങ്ങൾ അപ്പീൽ കൊടുത്തിട്ട് അതെല്ലാം റദ്ദാക്കിയിട്ടുണ്ട് ഇതുവരെ. കുഞ്ഞിൻ്റെ കണ്ണട, വാച്ച്, ബെൽറ്റ്, പേഴ്സ് ഇതൊന്നും അന്ന് വരെ ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ, ആ സമയത്ത് ഉപയോഗിച്ചിരുന്നതായിരിക്കണമല്ലോ ഇതെല്ലാം. അപ്പോൾ അത് ഞങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടില്ല. ഇതിനൊക്കെ ഒരു തീരുമാനം, അല്ലെങ്കിൽ ഇതൊക്കെ എവിടെയാണെന്നെങ്കിലും അറിയുക എന്നത് ഞങ്ങൾ വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിനൊന്നും ഒരു മറുപടി ഇതുവരെ ഞങ്ങൾക്ക് ആരുടെ ഭാഗത്തുനിന്നും കിട്ടിയിട്ടില്ല. പ്രതികൾക്ക് അർഹമായ ശിക്ഷ ലഭിക്കാൻ എത്ര കാലം വേണമെങ്കിലും നിയമ പോരാട്ടം തുടരുമെന്നും കുടുംബം. ഡീൻ നാരായണനെയും അസിസ്റ്റന്റ് വാർഡൻ കാന്തനാഥനെയും രക്ഷിക്കുന്നതിന് വേണ്ടി മാനേജിംഗ് കമ്മിറ്റിയിൽ ഇടപെടലുകൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ മാനേജിംഗ് കമ്മിറ്റിയിൽ നമുക്കറിയാം, നേരത്തെ അതിലുള്ളതാണ് സച്ചിൻ ദേവ് MLA ഉൾപ്പെടെയുള്ളവരുള്ളതാണ് മാനേജിംഗ് കമ്മിറ്റി. ഇവർ ശക്തമായ നിലപാടുണ്ടായിരുന്നു ഈ അധ്യാപകരെ രക്ഷിച്ചെടുക്കുക എന്നുള്ളത്. അതിനോടൊപ്പം തന്നെ അധ്യാപക സംഘടന, ഇടതുപക്ഷത്തിൻ്റെ അധ്യാപക സംഘടന ക്യാമ്പസിനകത്ത് ബക്കറ്റ് പിരിവ് പോലും നടത്തി അവർക്ക് കേസിന് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നതിനും സാമ്പത്തികം കണ്ടെത്തുന്നതിനും വേണ്ടി. പ്രതികളായ 19 വിദ്യാർത്ഥികളെ രക്ഷിക്കാൻ പല ഇടപെടലുകൾ നടന്നു. വെറ്റിനറി യൂണിവേഴ്സിറ്റി ഹൈക്കോടതിയിൽ നിയമിച്ചിരുന്ന അഡ്വക്കേറ്റ് കൃത്യവിലോപനം കാണിച്ചതിനാലും സമയബന്ധിതമായി രേഖകൾ ഹാജരാക്കാത്തതിനാലും ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് 19 പ്രതികൾക്കും മണ്ണുത്തി ക്യാമ്പസിൽ പഠനം തുടരാനും പരീക്ഷ എഴുതുന്നതിനുമുള്ള അനുമതി നൽകുകയും ചെയ്തു. ഇതിനെ ചോദ്യം ചെയ്ത സിദ്ധാർത്ഥന്റെ അമ്മ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകി. തുടർന്ന് ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് പ്രകാരം പുനരന്വേഷണം നടത്തി കുറ്റവാളികളായ 12 വിദ്യാർത്ഥികളെയും വെറ്റിനറി സർവകലാശാല പുറത്താക്കി. SFI നേതാക്കൾ ഉൾപ്പെടെ 19 പ്രതികളുള്ള കേസിൽ നിലവിൽ CBI പ്രാഥമിക കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്.